സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഡ്രഗ് ഇന്ററാക്ഷൻസ് ആണ്. ഡ്രഗ് ഇന്ററാക്ഷൻ നമ്മുടെ ഓപ്പറയില് നമ്മുടെ തെറാപ്യൂട്ടിക് ബേസിസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡ്രഗ് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഡ്രഗ് ഇന്ററാക്ഷൻ, അതേപോലെ തന്നെ ഡ്രഗ് ഫുഡ് ഇന്ററാക്ഷൻ, ഡ്രഗ് ന്യൂട്രിയൻ ഇന്ററാക്ഷൻ, അങ്ങനെ എല്ലാം വരുന്നതാണ്. ഇതിന്റെ അണ്ടറിലാണ് അതെല്ലാം വരുന്നത്. നമ്മുടെ ഓപ്പറ ബേസിസിൽ നമുക്ക് തെറാപ്യൂട്ടിക്സിന് ഇപ്പൊ എല്ലാവർക്കും അറിയാം, തെറാപ്യൂട്ടിക്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ഓൾമോസ്റ്റ് 45%. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡ്രഗ് ഇന്ററാക്ഷൻസ്. സോ നമുക്കറിയാം വാട്ട് ഈസ് ഡ്രഗ് ഇന്ററാക്ഷൻ, that we all know, അല്ലേ? So drug interaction means it is a change in the action or side effects of drug caused by concomitant administration with a food, beverage, supplement or another drug. അതായത് ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ സൈഡ് എഫക്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗിന്റെ എന്താണോ അതിന്റെ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റി അതിൽ നിന്നും വ്യത്യസ്തമായി there will be a change in the action or activity. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ബൈ ദി കൺകമ്മിറ്റന്റ് അഡ്മിനിസ്ട്രേഷൻ. അതായത് നമ്മൾ ഒരു ഡ്രഗ് വേറൊരു ഡ്രഗിന്റെ കൂടെയോ, അല്ലെങ്കിൽ വേറൊരു ഫുഡിന്റെ കൂടെയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിവറേജിന്റെ കൂടെയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്ലിമെന്റിന്റെ കൂടെയോ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ഡ്രഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് ആക്ടിവിറ്റിയിൽ നിന്നും മാറി ഐദർ എനി സൈഡ് എഫക്ട് ഓർ എനി ചേഞ്ച് ഇൻ ആക്ഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഡ്രഗ് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡ്രഗ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് ഫുഡ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് ന്യൂട്രിയൻ ഇന്ററാക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് വൺ ഓഫ് ദി മേജർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അതായത് എന്താണ് ഡ്രഗ് ഇൻഡ്യൂസേഴ്സ്, എന്താണ് ഡ്രഗ് ഇൻഹിബിറ്റേഴ്സ് എന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കണം. സോ വാട്ട് ഈസ് ഡ്രഗ് ഇൻഡ്യൂസേഴ്സ്? Drug inducers എന്ന് പറഞ്ഞാല് drug inducers are substance that enhance the activity or expression of drug metabolizing enzyme in the body, particularly those involved in drug metabolism. These enzymes are primarily located in the liver and are responsible for the breakdown and elimination of drugs from the body. So drug inducers എന്ന് പറഞ്ഞാല് അതായത് അത് നമ്മുടെ ബോഡിയിലുള്ള സ്പെസിഫിക് എൻസൈമിന്റെ ആക്ടിവിറ്റീനെ എൻഹാൻസ് ചെയ്യുക. അങ്ങനെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്ന മോസ്റ്റ്ലി അത് മെറ്റബോളിസവുമായിട്ട് റെസ്പോൺസിബിൾ. ആ ഒരു എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി റെസ്പോൺസിബിൾ വിത്ത് ഡ്രഗ് മെറ്റബോളിസം ആയിരിക്കും. സോ ഇങ്ങനെ നമ്മൾ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അത് എന്ത് ചെയ്യും? ആ മെറ്റബോളിസിങ് ആക്ടിവിറ്റി ആക്സിലറേറ്റ് ചെയ്യുകയും ആ ഒരു ഡ്രഗ് നമ്മുടെ ബോഡിയിൽ നിന്നും വേഗം എലിമിനേറ്റ് ചെയ്യുകയും, എലിമിനേഷൻ ഓഫ് ദി ഡ്രഗ് ഫ്രം ദ ബോഡി സംഭവിക്കും. ആ ഒരു ഡ്രഗ് നമ്മുടെ ബോഡിയിൽ നിന്നും വേഗം എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അതായത് ഡ്രഗ് ഇൻഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു മെറ്റബോളൈസിങ് എൻസൈമിന്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക. സോ അങ്ങനെ അത് ഡ്രഗ് മെറ്റബോളിസം എൻസൈമിന്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അത് ആ ഒരു ഡ്രഗിന്റെ മെറ്റബോളിസം കൂട്ടും, അതായത് ബ്രേക്ക് ഡൗൺ കൂട്ടുകയും ആ ഒരു ഡ്രഗിന്റെ എലിമിനേഷൻ ഫ്രം അവർ ബോഡി വിൽ ബി ഇൻക്രീസ്ഡ്. അതാണ് ഡ്രഗ് ഇൻഡ്യൂസേഴ്സ് ചെയ്യുക. സോ നമുക്കറിയാം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് മെറ്റബോളൈസിങ് എൻസൈം ഫാമിലിയാണ് സൈറ്റോക്രോം P450, CYP450 ഫാമിലി എന്ന് നമ്മൾ പറയുന്നത് സൈറ്റോക്രോം P450 ഫാമിലി. സോ ഈ സൈറ്റോക്രോം P450 ഫാമിലി ആണ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെറ്റബോളിസം ഓഫ് ഡ്രഗ്സ്, ടോക്സിൻസ്, അങ്ങനെ എല്ലാത്തിന്റെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സൈറ്റോക്രോം P450. So, cytochrome P450 enzyme plays a crucial role in metabolism of wide range of drugs. They are involved in phase 1 reaction where drugs are often transformed into more polar and water-soluble compounds to facilitate excretion. So, ഈ cytochrome P450 എന്ന് പറഞ്ഞാല് these are involved in phase 1 reaction. So, നമുക്കറിയാം what is phase 1 reaction? അതായത് നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ ഡ്രഗ് മെറ്റബോളിസം ആണ് phase 1 റിയാക്ഷൻ. സോ ഇവിടെ എന്താ സംഭവിക്കുക? ദർ ഇസ് ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഡ്രഗ് മോളിക്യൂളിനെ മോർ പോളാർ ആക്കുകയാണ് ചെയ്യുക, മോർ വാട്ടർ സോല്യൂബിൾ ആക്കും, മോർ പോളാർ ആക്കിയിട്ട് അങ്ങനെ അതിന്റെ അതായത് അതിന്റെ സോല്യൂബിലിറ്റി എൻഹാൻസ് ചെയ്യുക.
ഓക്കെ, phase 1 റിയാക്ഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. phase 1 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ ഡ്രഗ് മെറ്റബോളിസം പ്രോസസ്. അവിടുത്തെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? There is increased polarity and water solubility. So it will facilitate in excretion. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഡ്രഗ് ഇൻഡ്യൂസേഴ്സിന്റെ എക്സാമ്പിൾ. സോ ഫസ്റ്റ് വൺ ആണ് റിഫാംപിൻ. ഈ എക്സാമ്പിൾസ് ഒക്കെ മോസ്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ആണ് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ PPT-യിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ഡ്രഗ് ഇൻഡ്യൂസേഴ്സ് ഉണ്ട്, ഡ്രഗ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ ആണ് റിഫാംപിൻ. അതിന്റെ ക്ലാസ് ഇറ്റ് ഈസ് ആൻ ആന്റിബയോട്ടിക്. എല്ലാവർക്കും അറിയായിരിക്കും ക്ലാസ് ആന്റിബയോട്ടിക്. ക്ലിനിക്കൽ യൂസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഇൻ ട്യൂബർകുലോസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് റിഫാംപിൻ. സോ അത് ഇൻഡ്യൂസ് ചെയ്യുന്ന എന്താണ്? CYP3A4. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നമുക്ക് കുറച്ച് ഒരു CYP3A4 ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇതിലെ ഏത് ഡ്രഗ് ആണ്, വിച്ച് ഡ്രഗ് വിൽ ഇൻഡ്യൂസ് CYP3A4 എന്ന് വെച്ചിട്ട് റിഫാംപിൻ, പിന്നെ വേറെ കുറച്ച് ഡ്രഗ്സിന്റെ എക്സാമ്പിൾ, ചിലപ്പോൾ വാർഫെറിൻ, അങ്ങനെ കുറച്ച് ഡ്രഗ്സിന്റെ എക്സാമ്പിൾ തരും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് സ്പോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ട. മോസ്റ്റ്ലി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. സോ റിഫാംപിൻ എന്ന് പറഞ്ഞാൽ വി ഷുഡ് നോ ഇറ്റ് ഈസ് എൻ ഇൻഡ്യൂസർ ഓഫ് CYP3A4. സോ CYP3A4 അറിയായിരിക്കുമല്ലോ, നമ്മുടെ സൈറ്റോക്രോം P450 ഫാമിലിയിലെ ഏറ്റവും അബൻഡന്റ് ആയിട്ട് കാണുന്ന ഒരു എൻസൈം ആണ് CYP3A4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ കുറെ പറയും CYP3A4, CYP2C9, ഇതെല്ലാം P450 ഫാമിലിയിലുള്ള ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ ഏറ്റവും അബൻഡന്റ് ആയിട്ട് കാണുന്നതാണ് CYP3A4 എൻസൈം. സോ നെക്സ്റ്റ് വൺ ആണ് ഫെനിറ്റോയിൻ. ഫെനിറ്റോയിന്റെ ക്ലാസ് ആണ് ആന്റി കൺവൽസന്റ്. അത് മെയിൻ യൂസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സീഷേഴ്സ്. യെസ്, എവ്രിവൺ നോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സീഷേഴ്സ്. അത് ഇൻഡ്യൂസ് ചെയ്യുന്നത് CYP2C9 ആൻഡ് CYP3A4. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് കാർബാമെസപ്പിൻ. കാർബാമെസപ്പിൻ ഇറ്റ് ഈസ് ആൻ ആന്റി കൺവൽസൻ ആൻഡ് മൂഡ് സ്റ്റെബിലൈസർ. മൂഡ് സ്റ്റെബിലൈസർ ആയിട്ടും അതേപോലെ ആന്റി കൺവൽസൻ ഡ്രഗ് ആയിട്ടും യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് കാർബാമെസപ്പിൻ. സോ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ seizures and bipolar disorder. So it is also an inducer of CYP3A4, CYP2C9 and CYP1A2. അപ്പൊ നമ്മൾ നോക്കുക, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് റിഫാംപിസിൻ. ഇറ്റ് ഈസ് CYP3A4 ഇൻഡ്യൂസർ ആണ്. ഫെനിറ്റോയിൻ എന്ന് പറഞ്ഞാൽ CYP3A4 ഉണ്ട്, CYP2C9 ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാർബാമെസപ്പിനിലും CYP3A4, CYP2C9 ആൻഡ് CYP1A2 എല്ലാം ഉണ്ട് കേട്ടോ, മൂന്നും ഉണ്ട്. നെക്സ്റ്റ് ഫീനോബാർബിറ്റോൾ. അതൊരു ബാർബിറ്റ്യൂറേറ്റ് ആണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് as hypnotic, sedative and hypnotic, and also as an anti-convulsant. സോ അത് ഇറ്റ് ഈസ് എ പൊട്ടന്റ് ഇൻഡ്യൂസർ ഓഫ് മൾട്ടിപ്പിൾ സൈറ്റോക്രോം. നമ്മുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൈറ്റോക്രോം ഫോംസിന്റെ ഇൻഡ്യൂസർ ആണ് ഫീനോബാർബിറ്റോൾ. 3A4, 2C9, 1A2 എല്ലാത്തിന്റെ ഇൻഡ്യൂസർ ആണ് ഫീനോബാർബിറ്റോൾ. ദെൻ സെന്റ് ജോൺസ് വോർത്ത്, അതിന്റെ സയന്റിഫിക് നെയിം ആണ് ഹൈബ്രിക്കം പെർഫോറാറ്റം. ഈ നെയിം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ ആ നെയിമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, നമ്മുടെ ക്യാപ്സിലൊക്കെ ആ നെയിമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതിന്റെ ക്ലാസ് ആണ് ഹെർബൽ സപ്ലിമെന്റ്. ഇറ്റ്സ് എ ഹെർബൽ സപ്ലിമെന്റ്. മോസ്റ്റ്ലി മൂഡ് ഡിസോർഡേഴ്സിന് കൊടുക്കുന്ന, അതായത് മൈൽഡ് ടു മോഡറേറ്റ് ഡിപ്രഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് സെന്റ് ജോൺസ് വോർത്ത്. അതൊരു ഹെർബൽ സപ്ലിമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് എൻ ഇൻഡ്യൂസർ ഓഫ് CYP3A4. ദെൻ മോഡാഫിനിൽ. മൊഡാഫിനിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലാസ് എന്ന് പറഞ്ഞാൽ വേക്ക്ഫുൾനെസ് പ്രൊമോട്ടിംഗ് ഏജന്റ്. അതായത് നമ്മുടെ നാർക്കോലെപ്സി, സ്ലീപ്പ് അപ്നിയ, അല്ലെങ്കിൽ നമ്മൾ സ്ലീപ്പ് ഡിസോർഡർ, അതായത് നമുക്ക് ഈ വർക്ക് ഷിഫ്റ്റ് വരത്തില്ലേ, നൈറ്റ് ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റ്, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നവർക്ക് അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നവർക്കൊക്കെ നമ്മൾ ഈ ഡ്രഗ് നമുക്ക് കൊടുക്കാം. അതല്ലാണ്ട് ഒരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടാത്തവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് മൊഡാഫിനിൽ. അത് CYP3A4 ഇൻഡ്യൂസർ ആണ്. നെക്സ്റ്റ് ബാർബിറ്റുറേറ്റ്, അതായത് എക്സാമ്പിൾ പ്രിമിഡോൺ ആണ് ഇവിടെ പറയുന്നത്. ക്ലാസ് സെഡേറ്റീവ്, ഹിപ്നോട്ടിക് ആൻഡ് ആന്റി കൺവൾസൻ. ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ CYP2B6, CYP2C9, CYP3A4 ഒക്കെ ഇൻഡ്യൂസർ ആണ്. ദെൻ എഫാവിറൻസ്, ഇറ്റ് ഈസ് എ ക്ലാസ് എന്ന് പറയുന്നത് നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റർ ആണ്. NNRTI ആണ്. ആന്റി റിട്രോവൈറൽ ആണ്. എഫാവിറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആന്റി റിട്രോവൈറൽ, അതായത് HIV ട്രീറ്റ്മെന്റിനൊക്കെ കൊടുക്കുന്നതാണ്. It is an inducer of CYP2B6 and CYP3A4.
Then Griseofulvin, it is an anti-fungal antibiotic എന്ന് നമ്മൾ പറയും. Anti-fungal ആയിട്ട് നമ്മൾ മോസ്റ്റ്ലി കൊടുക്കുന്നതാണ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡെർമാറ്റോ ഫൈറ്റോസിസിനൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. അത് CYP3A4 ഇൻഡ്യൂസർ ആണ്. Then Nevirapine. Nevirapine is also an NRTA, non-nucleoside reverse transcriptase inhibitor ആണ്. Antiretroviral drug ആണ്, used in the treatment of HIV ക്ക് നമ്മൾ കൊടുക്കുന്ന antiretroviral drug ആണ് Nevirapine. It is also an inducer of CYP3A4. So ഇത്രയാണ് മോസ്റ്റ്ലി. ഇത്രയും അല്ല ഡ്രഗ് ഇൻഡ്യൂസർ ആയിട്ട് കൊടുക്കുന്നത്, ഇത്രയും ഡ്രഗ് അല്ല. പക്ഷെ മോസ്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഡ്രഗ്സിന്റെ ഇൻഡ്യൂസേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. ഈ പ്രിമിഡോൺ ആണെങ്കിലും അതേപോലെ തന്നെ സെന്റ് ജോൺസ് വർത്ത് ചോദിക്കാറുള്ളതാണ്. ഫിനോബാർബിറ്റോള്, കാർബാമെസപ്പിൻ, ഫെനിറ്റോയിൻ, ഇതെല്ലാം ചോദിക്കാറുള്ളതാണ്. സോ ഇത്രയും നിങ്ങൾ നന്നായി നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അതായത് പഠിക്കേണ്ടത് ഇത് ഏതിന്റെ ഇൻഡ്യൂസർ ആണ് എന്നുള്ളതാണ്. ഇതിന്റെ ക്ലാസ്സും ക്ലിനിക്കൽ യൂസ് ആഫ്റ്റർ നമ്മൾ നോർമലി ഉള്ള എല്ലാ ടോപ്പിക്സും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയായിരിക്കും. ഇൻഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇൻഹിബിറ്റേഴ്സ്, ചിലത് ഡ്രഗ് ഇൻഡ്യൂസേഴ്സ് ആണ്, ചിലത് ഇൻഹിബിറ്റർ ആണ്. നമ്മളപ്പോ അത് മാറിപ്പോവരുത്. സോ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം. അപ്പം എന്താണ് ഇൻഡ്യൂസേഴ്സ്, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ്, ഫുൾ ആയിട്ടുള്ളതല്ല, കുറച്ച് എക്സാമ്പിൾസും അതിന്റെ ക്ലിനിക്കൽ യൂസസും ക്ലാസ്സസും നമ്മൾ നോക്കി. ഈ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് ആണ് ഡ്രഗ് ഇൻഹിബിറ്റേഴ്സ്. ഇനി ഡ്രഗ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാല് are substances that interfere with activity of specific enzymes or proteins involved in drug metabolism, leading to alteration in the pharmacokinetic of co-administered drugs. Inhibition can occur at various stages of drug metabolism, including absorption, distribution, metabolism, and excretion. So, ഈ drug inhibitors എന്ന് പറഞ്ഞാലും എന്താ ചെയ്യുക? The substance will reduce or block the activity of enzyme responsible for ഡ്രഗ് മെറ്റബോളിസം. അതായത് ഇത് മോസ്റ്റ്ലി ഫാർമക്കോകൈനറ്റിക്സ് ഓൾട്രേഷൻ ആണ് ഇവിടെ സംഭവിക്കുക. അതായത് അബ്സോർപ്ഷൻ പ്രോസസ്, ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്, മെറ്റബോളിസം പ്രോസസ്, എക്സ്ക്രീഷൻ പ്രോസസിന്റെ ഫാർമക്കോകൈനറ്റിക് പ്രോസസ്സിനെയാണ് മോസ്റ്റ്ലി ഈ ഡ്രഗ് ഇൻഹിബിറ്റേഴ്സ് മോസ്റ്റ്ലി ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ആക്ടിവിറ്റി. സോ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാല് this inhibitors will slow down the metabolism of other drug. അതായത് നമ്മൾ ഒരു ഡ്രഗിന്റെ കൂടെ കൺകമ്മിറ്റന്റ് ആയിട്ട് വേറെ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൺകമ്മിറ്റന്റ് ആയിട്ട് കൊടുത്ത ഡ്രഗിന്റെ ആക്ടിവിറ്റി, അതായത് മെറ്റബോളിസം ആക്ടിവിറ്റിനെ സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് പ്രോപ്പർ ആയിട്ട് എക്സ്ക്രീറ്റ് ആയി പോവാണ്ടിരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ ഒരു ഡ്രഗ് പ്രോപ്പർലി നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ആയി പോവാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് എന്താ സംഭവിക്കുക? അത് നമ്മുടെ ബോഡിയിൽ അത് കൂടി, അതിന്റെ അളവ് കൂടി വരും. ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ടോക്സിസിറ്റി. നമുക്ക് ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇൻഹിബിറ്റേഴ്സ് എന്താ ചെയ്യുക? സ്ലോ ഡൗൺ ദ മെറ്റബോളിസം ഓഫ് അതർ ഡ്രഗ്. നമ്മൾ കൺകമ്മിറ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗിന്റെ ആക്ടിവിറ്റിനെ സ്ലോ ഡൗൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡ്രഗിന്റെ ആക്ടിവിറ്റിനെ സ്ലോ ഡൗൺ ചെയ്തിട്ട് അതിന്റെ മെറ്റബോളിസം പ്രോസസ് എന്താണ് ചെയ്യുക? കുറയ്ക്കുകയാണ് ചെയ്യുക. അങ്ങനെ മെറ്റബോളിസം പ്രോസസ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി, നമ്മുടെ ബ്ലഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഡ്രഗിന്റെ അളവ് കൂടുകയും ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ടോക്സിസിറ്റി ഉണ്ടാവുകയുമാണ് ചെയ്യുക. ഇപ്പൊ ഇൻഡ്യൂസർ ആണെങ്കിൽ പ്രോപ്പർ ആക്ടിവിറ്റി ഉണ്ടാവുക, പെട്ടെന്ന് എക്സ്ക്രീഷൻ നടക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ആക്ടിവിറ്റി ഉണ്ടാവില്ല. ഇൻഹിബിറ്റർ ആകുമ്പം മെറ്റബോളിസം അല്ലെങ്കിൽ ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റേഴ്സ് തടഞ്ഞിട്ട് അതിന്റെ ടോക്സിസിറ്റി കൂടുകയാണ് ചെയ്യുക ഇൻഹിബിറ്റേഴ്സിൽ. ഓക്കെ, ഈ ഇൻഹിബിറ്റേഴ്സിന്റെയും എക്സാമ്പിൾസ് നമ്മൾ നോക്കണം. നമ്മൾ ഇൻഡ്യൂസേഴ്സിന്റെ എക്സാമ്പിൾസ് നോക്കിയതുപോലെ തന്നെ നമ്മൾ ഇൻഹിബിറ്റേഴ്സിന്റെയും എക്സാമ്പിൾസ് നോക്കണം. സോ ഇൻഹിബിറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഫസ്റ്റ് വൺ സിമിറ്റിഡിൻ. അതിന്റെ ക്ലാസ് എല്ലാവർക്കും അറിയായിരിക്കും. വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ഡ്രഗ് ആണ് സിമിറ്റിഡിൻ. ഹിസ്റ്റാമിൻ H2 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. അതായത് മോസ്റ്റ്ലി പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ജേർഡ് അതുപോലുള്ള അൾസർ ഉള്ള അസുഖങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെ സിമിറ്റിഡിൻ നമ്മൾ കൊടുക്കുന്നത്. അത് ഇൻഹിബിറ്റേഴ്സ്, എന്തിന്റെ ഇൻഹിബിറ്റർ ആണ്? ഇൻഹിബിറ്റേഴ്സ് ഓഫ് CYP1A2, CYP2C9, CYP2D6, CYP3A4.
Very important ആണ് സിമിറ്റിലിൻ. It has an inhibitory property on CYP1A2, CYP2C9, CYP2D6 and CYP3A4. ഇനി അതിന്റെ ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് മെറ്റബോളൈസ്ഡ് ബൈ ദ ഇൻഹിബിറ്റഡ് എൻസൈം ലീഡിംഗ് ടു potential toxicity. As I have already mentioned, it can lead to potential toxicity. നെക്സ്റ്റ് കീറ്റോകോണസോൾ. കീറ്റോകോണസോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ആന്റി ഫംഗൽ ആണ്. ക്ലിനിക്കൽ യൂസ് എന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആണ് കീറ്റോകോണസോൾ. ഇനിയും അതിന്റെ ഇൻഹിബിറ്ററി പ്രോപ്പർട്ടി എന്താണ്? CYP3A4 അത് ഇൻഹിബിറ്റ് ചെയ്യുക. സോ ഡ്രഗ് ഇന്ററാക്ഷൻ അവിടെ എന്താണ് സംഭവിക്കുക? ഇലവേറ്റഡ് കോൺസെൻട്രേഷൻ ഓഫ് CYP3A4 കോൺസെൻട്രേഷൻ കൂടിയിട്ട് നമുക്ക് സർട്ടൻ ഇപ്പം സ്റ്റാറ്റിൻസ് ആന്റിസൈക്കോട്ടിക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് കീറ്റോകോണസോൾ ചെയ്യുക. അതായത് അതിന്റെ CYP3A4 ഇൻഹിബിറ്ററി ആക്ടിവിറ്റിയാണ് അവിടെ ഉണ്ടാവുക. ഇനി ഫ്ലൂഓക്സെറ്റിൻ. ഫ്ലൂഓക്സെറ്റിൻ എന്ന് പറഞ്ഞാൽ SSRI ആണ്, സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ. SSRI ആണ് ഫ്ലൂഓക്സെറ്റിൻ. ക്ലിനിക്കൽ യൂസ് എന്ന് പറയുന്നത് ആന്റി ഡിപ്രസന്റ് ആണ്. CYP2D6 ഇൻഹിബിറ്ററി ആക്ടിവിറ്റി ആണ്. സോ ഇത് ഇവിടെ എന്താണ് ചെയ്യുക? ആൾട്ടേർഡ് മെറ്റാബോളിസം ആണ് ഇവിടെ സംഭവിക്കുക. സോ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ടോക്സിസിറ്റി. Then grapefruit juice, one of the important ആണ്. ഇറ്റ് ഇൻഹിബിറ്റ് CYP3A4. ഇൻഡസ്റ്റൈനിൽ CYP3A4 ഇത് ഇൻഹിബിറ്റ് ചെയ്യുക. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ചില ഡ്രഗ്സ് ഇൻഡ്യൂസർ ഓഫ് CYP3A4 ആയിരിക്കും, ചിലത് ഇൻഹിബിറ്റർ ഓഫ് CYP3A4 ആയിരിക്കും. സോ നിങ്ങൾ ഇൻഡ്യൂസർ ആണോ ഇൻഹിബിറ്റർ ആണോ എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. Then erythromycin. Erythromycin എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. ഇറ്റ് ഈസ് ആൻ മാക്രോലൈഡ് ആന്റിബയോട്ടിക്. മോസ്റ്റ്ലി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എരിത്രോമൈസിൻ. CYP3A4 ഇൻഹിബിറ്റർ ആണ്. അതായത് നമ്മൾ ഡ്രഗ്സ് CYP3A4 മെറ്റബോളൈസ് ചെയ്യുന്ന ചില ഡ്രഗ്സ്, അതായത് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, സ്റ്റാറ്റിൻസിന്റെ കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ കൂടി ടോക്സിക് ലെവൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Then amiodarone, it is an anti-arrhythmia. Anti-arrhythmia, cardiac arrhythmias കൊടുക്കുന്നതാണ് amiodarone. ഇൻഹിബിറ്ററി ആക്ടിവിറ്റീസ് ഉള്ളത് ഏതൊക്കെയാണ്? CYP3A4, CYP2C9 and CYP2D6 ആണ് ഇൻഹിബിറ്ററി ആക്ടിവിറ്റി. സോ ഇവിടെ എന്താ സംഭവിക്കുക? വാർഫാരിൻ ഡിറ്റോക്സിന്റെ കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആൾട്ടേർഡ് മെറ്റബോളിസം സംഭവിക്കുകയാണ് ചെയ്യുക. Then റിട്ടോണാവിർ. റിട്ടോണാവിർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആന്റി റിട്രോവൈറൽ പ്രോട്ടിയേസ് ഇൻഹിബിറ്റർ ആണ്. ആന്റി റിട്രോവൈറൽ പ്രോട്ടിയേസ് ഇൻഹിബിറ്റർ ആണ്. HIV ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ്. ഇറ്റ് ഈസ് എ പോർട്ടന്റ് ഇൻഹിബിറ്റർ ഓഫ് CYP3A4. സോ അതിന്റെ ഇന്ററാക്ഷൻ എന്താണ്? അതർ ആന്റി റിട്രോവൈറൽ ഡ്രഗിന്റെ കോൺസെൻട്രേഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് റിട്ടോനാവിർ. Then diltiazem, it is a calcium channel blocker. As we all know, it is a calcium channel blocker. Hypertension angina treatment വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. CYP3A4 ഇൻഹിബിറ്ററി ആക്ടിവിറ്റി കാണിക്കും. സോ ഇതെന്താ ചെയ്യാം? ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് മെറ്റബോളൈസ്ഡ് ബൈ CYP3A4. അതായത് CYP3A4 ഡ്രഗ് മെറ്റബോളൈസ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിൻസ്, അതേപോലെ ഇമ്മ്യൂണോ സപ്രസൻസിന്റെ ഒക്കെ ആക്ടിവിറ്റി, അതായത് കോൺസെൻട്രേഷൻ കൂട്ടും. Then verapamil. Verapamil is a calcium channel blocker. അത് യൂസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർടെൻഷൻ ആന്റിനയാണ്. ഇൻഹിബിറ്ററി ആക്ടിവിറ്റി ഇൻ CYP3A4 ആൻഡ് P ഗ്ലൈക്കോപ്രോട്ടീൻ. ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയസ് ഡ്രഗ്സിന്റെ ട്രാൻസ്പോർട്ടേഷനെയൊക്കെയാണ് മോസ്റ്റ്ലി അത് എഫക്ട് ചെയ്യുക. ദെൻ ക്വിനിഡിൻ. ക്വിനിഡിൻ എന്ന് പറഞ്ഞാൽ ആന്റി അരിത്തീമിയ ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് കാർഡിയക് അരിത്തീമിയ. ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ CYP2D6 ആണ്. അതായത് നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് ആൻഡ് ആന്റി ഡിപ്രസൻസിന്റെ കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റി, അതിന്റെ മെറ്റബോളിസത്തിനെയൊക്കെ ഓൾട്ടർ ചെയ്യും. ഓക്കെ, സോ ഇത്രയുമാണ് മോസ്റ്റ്ലി. ഇതിൽ നമുക്ക് ക്വിനിഡിൻ കൂടുതലായിട്ട് ചോദിക്കാറുള്ളതാണ്, സിമിറ്റിലിൻ ചോദിക്കാറുള്ളതാണ്, ഡിൽറ്റിയാസം ആൻഡ് വെരാപ്പമിൽ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഡിൽറ്റിയാസവും വെരാപ്പമിൽ ചോദിക്കാറുള്ളതാണ്. സോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഇതിലുള്ള എല്ലാം 1 or 2 times ചോദിച്ചിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. സോ ഇതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് ഡ്രഗ് ഇൻഡ്യൂസേഴ്സ്, എന്താണ് ഡ്രഗ് ഇൻഹിബിറ്റേഴ്സ്, കോൺസെപ്റ്റ് മനസ്സിലാക്കണം. കാരണം ആസ് വി ഓൾ നോ തെറാപ്യൂട്ടിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അങ്ങനെയാണ്. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി
പഠിക്കുമ്പോഴാണ് നമുക്കിതിന് കൂടുതലായിട്ടും അതിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ കാണാതെ പഠിച്ച് ഓക്കെ ഈ CYP2 D6 CYP3 A4 എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാതെ പഠിക്കാനേ പറ്റുള്ളൂ. പക്ഷെ എന്താണ് അത് ഇൻഹിബിറ്റർ ആണോ അല്ലെങ്കിൽ ഇൻഡ്യൂസർ ആണോ അല്ലെങ്കിൽ എന്താണ് ഇൻഹിബിറ്റർ എന്താണ് ഇൻഡ്യൂസർ എന്നുള്ളത് വി ഷുഡ് ഗെറ്റ് ദാറ്റ് ഇൻ അവർ ബ്രെയിൻ. നമുക്കത് മനസ്സിലാവണം. നമ്മുടെ ബ്രെയിനിൽ എന്താണ് അത് എന്നുള്ളത് പ്രോപ്പർ ആയി കഴിഞ്ഞാലേ നമുക്കിത് കൂടുതലായിട്ടും മനസ്സിലാവുള്ളൂ. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, സോ പ്രോപ്പർ ആയിട്ടും ഇതിന്റെ എന്താണ് ഇൻഹിബിറ്ററി ആക്ടിവിറ്റി, എന്താണ് ഇൻഡ്യൂസിങ് ആക്ടിവിറ്റി, എന്താണ് ഡ്രഗ് ഇന്ററാക്ഷൻസ് എന്നൊക്കെ ഉള്ളത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇതിലുള്ള എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും നോക്കണം. നെക്സ്റ്റ് നമ്മൾ ചില ഡ്രഗ് ഇന്ററാക്ഷൻ കൂടുതലായിട്ടും ചോദിക്കുന്ന കുറച്ച് ഡ്രഗ് ഇന്ററാക്ഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് അമിയാഡറോൺ. നമ്മൾ അമിയാഡറോൺ നോക്കിയിരുന്നു. അതെന്താണ് അത്തീമിയക്ക് പ്രിവെൻഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് അമിയാഡറോൺ. സോ ഇത് നമ്മൾ മോസ്റ്റ്ലി ശ്രദ്ധിക്കേണ്ട ഡ്രഗ്സ് ഇന്ററാക്ഷൻ എന്തിന്റെ കൂടെ ഒക്കെ ഉള്ളതാണെന്നാണ് ഞാൻ പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. When administered with amiodarone, decrease the dose up to 30 to 50% of the following drugs. അതായത് അമിയാഡറോണിന്റെ കൂടെ ഈ ഡ്രഗ്സ്, അതായത് പറഞ്ഞിരിക്കുന്നത് ഡിജോക്സിൻ, വാർഫാരിൻ, സ്റ്റാറ്റിൻ, സ്പിരിഡിൻ, പ്രൊക്കനമൈഡ്, ഈ ഡ്രഗ്സ് നമ്മൾ അമിയാഡറോണിന്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഡോസ് 30 to 50% എന്ത് ചെയ്യണം, കുറയ്ക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഇൻഹിബിറ്ററി ആക്ടിവിറ്റി ഉണ്ടാക്കും. സോ ഡ്രഗ് ഇന്ററാക്ഷനിൽ അമിയാഡറോണിന്റെ കൂടെ നമ്മൾ ഡിജോക്സിൻ, വാർഫാരിൻ, സ്റ്റാറ്റിൻ, ക്യുനിഡിൻ, പ്രൊക്കനമൈഡ് ഒക്കെ എന്ത് ചെയ്യണം, കുറയ്ക്കുകയാണ് വേണ്ടത്. 30 to 50% കുറയ്ക്കണം എന്നാണ് പറയുന്നത്. സോ ഈ ഡയഗ്രാമിൽ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഈസി നമുക്കൊന്ന് മക്കപ്പ്, അതായത് പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പം എന്താണ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അമിയാഡറോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലാസ് 3 ആന്റി അരിത്തമിക് മെഡിക്കേഷൻ. അക്ടീമിയ കാർഡിയാക് അറസ്റ്റിനൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. സോ അതിന്റെ മെക്കാനിസം എന്താണ്, പ്രിവെന്റ്സ് കണ്ടക്ഷൻ ഓഫ് അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, അതായത് എക്സൈറ്റബിലിറ്റി ഓഫ് ഹാർട്ട് ടിഷ്യൂസ് ഒക്കെ കുറയ്ക്കുകയാണ് അമിയാഡറോൺ ചെയ്യുക. സോ അതിന്റെ മെയിൻ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് നോസിയ, വൊമിറ്റിംഗ്, അതേപോലെ വെയിറ്റ് ലോസ്, ബ്ലൂയിഷ് ഗ്രേ സ്കിൻ ഡിസ്കളറേഷൻ, തൈറോയിഡിസം, ലിവർ ഡിസീസ്, അതേപോലെ ലങ് ഡാമേജ് ഉണ്ടാവാം, അതായത് ഡ്രൈ കഫ് ഉണ്ടാവാം, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാവാം, പിന്നെ ഹാർട്ടിൽ എഫക്ട് ഉണ്ടാവും, ഒപ്റ്റിക് ന്യൂറോപ്പതി ഉണ്ടാവും, മെമ്മറി ലോസ് ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ പഠിക്കുമ്പം നമുക്കൊരു ഈസി, നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഈസി റിവൈസിങ് എന്ന രീതിയിലാണ് ഞാൻ ഈ ഡയഗ്രാം ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. സോ ഡയഗ്രാം ഒന്ന് നോക്കുക. നെക്സ്റ്റ് വാർഫാരിന്റെ മെയിൻ യൂസസ് ആണ് നമ്മൾ ഡയഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. MIക്ക് കൊടുക്കും, CHFന് കൊടുക്കും, ത്രോംബോ എംബോളിക് സ്ട്രോക്കിന് കൊടുക്കും, ഡീപ് വെയിൻ ത്രോംബോസിസിന് കൊടുക്കും, ഏട്രിയൽ ഫിബ്രിലേഷന് കൊടുക്കും, പൾമണറി എംബോളിസത്തിന് നമ്മൾ കൊടുക്കും. സോ what it is contraindicated with NSAIDs, aspirin, APAP and other anti-platelets. അതായത് ഇതിന്റെ കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബ്ലീഡിംഗ് റിസ്ക് കൂടും. INR റേഷ്യോ, ഇന്റർനാഷണൽ നോർമലൈസേഷൻ റേഷ്യോ കൂടും, അല്ലെങ്കിൽ ബ്ലീഡിംഗ് റിസ്ക് കൂടുകയാണ് ചെയ്യുക. ഇനിയും ആന്റിബയോട്ടിക്സിന്റെ കൂടെ കൊടുക്കുകയാണെങ്കിലോ, ആന്റിബയോട്ടിക്സിന്റെ കൂടെ അതായത് സിപ്രോഫ്ലോക്സാസിൻ, ക്ലാരിത്രോമൈസിൻ, മെട്രോണിഡസോൾ, സൾഫോമെത്തോക്സസോൾ, ട്രൈമെത്തോപ്രിൻ, ഇതിന്റെ കൂടെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വാർഫാരിന്റെ എഫക്ട് കൂടും. ഇനി അത് പോട്ടെ, ഹെർബൽ ഡ്രഗ്സ് അതായത് ജിങ്കോ ബിലോബ, ഫീവർഫ്യൂ, ഗാർലിക്, ജിഞ്ചറിന്റെ കൂടെ കൊടുക്കുകയാണെങ്കിലോ ബ്ലീഡിംഗ് റിസ്ക് കൂടും. സോ ഇത്രയും ഡ്രഗ്സിന്റെ കൂടെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ NSAIDs വിത്ത് വാർഫാരിൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് അവിടെ സംഭവിക്കുക, ഇൻക്രീസ്ഡ് ബ്ലീഡിംഗ് റിസ്ക് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് INR, ഇതാണ് സംഭവിക്കുക. സോ ഇത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി ഇൻ യുവർ ഹെഡ്. സോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇതിൽ നോട്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് നോക്കി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ഡിജോക്സിൻ, ഇതും ഡ്രഗ് ഇന്ററാക്ഷനിൽ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഡ്രഗ് ഇന്ററാക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതെന്തായാലും പഠിക്കണം. സോ ഡയഗ്രാമിൽ എന്താണ് ഡിജോക്സിൻ എന്താ ചെയ്യാന്നുള്ളതാണ്, ഡിക്രീസ് ഹാർട്ട് റേറ്റ്, ഇൻക്രീസ് കോൺട്രാക്ടിലിറ്റി. സോ നമ്മൾ 60 ബിലോ ആണെങ്കിൽ നമ്മൾ പൾസ് നോക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ സെറം ഡിജോക്സിൻ വാല്യൂ നോക്കുക, പൊട്ടാഷ്യം വാല്യൂ നോക്കുക. അതിന്റെ മെയിൻ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് ഡയേറിയ, ഡിസനസ്, മിഷൻ ചേഞ്ച്, അർത്തീമിയ, നോസിയ. നമ്മൾ ഈ ഓരോ ഡ്രഗ്സിനെയും പറ്റി നമ്മൾ CVS പഠിക്കുമ്പോൾ പഠിക്കും. ഞാൻ ജസ്റ്റ് എന്തിനാണ്, നിങ്ങൾക്കൊന്ന് പഠിക്കുമ്പോൾ ജസ്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണുള്ളതാണ് ഡയഗ്രാം. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് അതിന്റെ ഡ്രഗ് ഇന്ററാക്ഷൻ ആണ്. സോ അതാണ് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ.
So digoxin level can be increased due to decreased renal function, hypokalemia and cytochrome inhibitors. So digoxin level നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആണ് റീനൽ ഫംഗ്ഷൻ കുറയുക, ഹൈപ്പോകലീമിയ ഉണ്ടാവുക, അല്ലെങ്കിൽ സൈറ്റോക്രോം ഇൻഹിബിറ്റേഴ്സ്. ദെൻ കോഷൻ വിത്ത് അതർ ഡ്രഗ്സ് ദാറ്റ് ഡിക്രീസ് ഹാർട്ട് റേറ്റ്. ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്ന ഡ്രഗ്സുമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഹൈലി കോഷ്യസ് ആയിരിക്കണം. കാരണം 60 ബീറ്റ്സ് പെർ മിനിറ്റിലും താഴെയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു അവർ ബോഡി അല്ലേ. സോ മോസ്റ്റ്ലി നമ്മൾ കൊടുക്കുന്നത് നോൺ ആപ്കോ എന്ന് ഓർക്കുക. അതായത് ഈ ഡ്രഗ്സിന്റെ കൂടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്. നോൺ ആപ്കോയിൽ നോൺ ഡൈഹൈഡ്രോപിരിഡിൻ, എ അമിയാഡറോൺ, ബി എന്ന് പറയുന്നത് ബീറ്റ ബ്ലോക്കർ, സി എന്ന് പറയുന്നത് ക്ലോണിഡിൻ ആൻഡ് ഒ എന്ന് പറയുന്നത് ഓപ്പിയോയിഡ്സ് ഓർ ഓർഗാനോഫോസ്ഫേറ്റ്. ഇത്രയും ഡ്രഗിന്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി, റിവൈസ് അല്ല ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു ജസ്റ്റ് ഒരു റിതമാണ് നോൺ ആപ്കോ, നോൺ ഡൈഹൈഡ്രോപിരിഡിൻ, എ എന്ന് പറഞ്ഞാൽ അമിയാഡറോൺ, ബി എന്ന് പറഞ്ഞാൽ ബീറ്റ ബ്ലോക്കർ, സി എന്ന് പറഞ്ഞാൽ ക്ലോണിഡിൻ ആൻഡ് ഓപ്പിയോയിഡ്സ് ആൻഡ് ഓർഗാനോഫോസ്ഫേറ്റ്സ്. സോ ഡിജോക്സിന്റെ ലെവൽ കൂടുകയാണ് ഇവിടെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് മോണോ അമിനോ ഓക്സിഡേസ് ഇൻഹിബിറ്റർ. മോണോ അമിനോ ഓക്സിഡേസ് ഇൻഹിബിറ്റർ നോൺ സെലക്റ്റീവും ഉണ്ട്, സെലക്റ്റീവും ഉണ്ട്. ആസ് വി ഓൾ നോ. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടന്റ്. നമ്മൾ പാർക്കിൻസൺസ് ട്രീറ്റ്മെന്റിനൊക്കെ കൊടുക്കുന്ന ഡ്രഗ് ആണ് അല്ലെ, മോണോ അമിനോ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പാർക്കിൻസൺസിലൊക്കെ കൊടുക്കുന്നതാണ്. എക്സാമ്പിൾസ് വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ചെയ്ത് വെക്കുക. സോ ഇവിടെ റിസ്ക് ഓഫ് സെറോട്ടോണിൻ സിൻഡ്രോം ഓർ ഹൈപ്പോടെൻസീവ് ക്രൈസിസ്, ഫീവർ, ഡയേരിയ. സോ ഇങ്ങനെ സെറോട്ടോണിൻ സിൻഡ്രോം അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഹൈപ്പർ ടെൻഷൻ വല്ലാതെ കൂടുക, അതിന്റെ കൂടെ ഫീവർ, ഡയേരിയ, അജിറ്റേഷൻ, സ്വെറ്റിംഗ്, ട്രിമേഴ്സ് ഒക്കെ ഉണ്ടാവുക. സോ കോൺട്രാ ഇൻഡിക്കേറ്റഡ് വിത്ത് ഏതിന്റെ കൂടെയൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് എന്നാണ് പറയുന്നത്? SSRI, സെലക്ടീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ, പിന്നെ സെലക്ടീവ് നോൺ എപ്രിഫെറിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, TCA, എഫെഡ്രിൻ, സ്യൂഡോഎഫെഡ്രിൻ, ട്രാമഡോൾ, മെപ്പിരിഡിൻ, ഡെക്സ്ട്രോമെത്തോർഫിൻ, പ്രോപ്പോപ്പിയോൺ, ലിത്തിയം, സൈക്ലോസ്പോറിൻ, മസിൽ റിലാക്സിൻ, മെത്തിലിൻ ബ്ലൂ, ലിനിസോളിൻ, ലീവോഡോപ്പ, ട്രിപ്റ്റൻ, ഹെർബൽ സപ്ലിമെന്റ്, സെന്റ് ജോൺസ് വോർത്ത്. ഇതിന്റെ കൂടെ അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് എന്നാണ് പറയുക. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ളതാണ് SSRI, SNRI, ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ്, ട്രാമഡോൾ. ട്രാമഡോൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് നോട്ട് ചെയ്ത് വെക്കാം. മോണോ അമിനോ ഓക്സിഡേസ് ഇൻഹിബിറ്റർ ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് വിത്ത് ട്രാമഡോൾ. പിന്നെ ലിത്തിയം, സൈക്ലോസ്പോറിൻ. പിന്നെ ക്വസ്റ്റ്യൻ വരുന്നതാണ് മോസ്റ്റ്ലി സെന്റ് ജോൺസ് വോർത്ത്. സെന്റ് ജോൺസ് വോർത്ത് എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് കാണാറുണ്ട്. സെന്റ് ജോൺസ് വോർത്ത് ഇറ്റ്സ് എ ഹെർബൽ സപ്ലിമെന്റ്. നമ്മൾ ഡിപ്രഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ഹെർബൽ സപ്ലിമെന്റ് ആണ്. അതിന്റെ ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് കാണാറുണ്ട്. സോ അത് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കേണ്ടതാണ്. സോ ഇതാണ് ജസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഡ്രഗ് ഇന്ററാക്ഷൻ. ഓക്കെ, ഡ്രഗ് ഇന്ററാക്ഷൻ. ഇതും നമുക്ക് അതായത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഡ്രഗ് ഇന്ററാക്ഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇതിൽ തന്നെ ഈ ഡയഗ്രാം എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഡയഗ്രാം ആണ്. നമ്മൾ ഈ ഓരോ ഡ്രഗ്സിനെയും പറ്റിയിട്ട് നമ്മൾ ഇതിന്റെ തന്നെ ടോപ്പിക്സ്, ഇപ്പൊ മോണോ അമിനോ ഓക്സിഡേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്കിൻസൺസിന്റെ ടോപ്പിക്കിൽ പഠിക്കും. ബാക്കിയുള്ള ഇപ്പം ഡിജോക്സിനും അതേപോലെ തന്നെ വാർഫൈറിൻ, ഇത് പിന്നെ അമിയാഡറോൺ. ഈ അമിയാഡറോൺ ഒക്കെ നമ്മൾ CVS. സോ അങ്ങനെ നമ്മൾ ഓരോന്ന് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ ഓരോ ഡ്രഗ്സിനെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ട് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്, അത് എന്ത് ഡ്രഗ് ആണ്, അതിന്റെ ക്ലാസ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഫോർ ഡയഗ്രാം എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിവൈസിങ്. റെസ്റ്റ് ഓൾ അതർ എക്സാമ്പിൾസ്, അതായത് എന്തിന്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോഴാണ് അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് എന്നുള്ളത് നല്ലതുപോലെ നിങ്ങൾ നോക്കുക കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്രഗ് interaction എന്ന് പറയുന്നത്, ഡ്രഗ് interaction എന്ന് പറയുന്ന ടോപ്പിക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓപ്ര ആൻഡ് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ക്യാപ്സ് ടു. നമ്മൾ ക്യാപ്സിനാണല്ലോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓപ്ര 2025 മാർച്ചിൽ ഫസ്റ്റ് ഓപ്രയാണ്. സോ ഏകദേശം നമ്മുടെ സിലബസിന്റെ വെയിറ്റേജ് ആണ് മാറിയിരിക്കുന്നത്. ടോപ്പിക്സ് ആൻഡ് ഓൾ ഇറ്റ്സ് വെരി സെയിം. വെയിറ്റേജ് ഹൈപ്പ് വന്നിരിക്കുകയാണ്. തെറാപ്യൂട്ടിക്സിൽ ഇറ്റ്സ് ലൈക്ക് 45% ആണ്. സോ നമ്മൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്യണം ഇൻ തെറാപ്യൂട്ടിക്സ്. കാരണം തെറാപ്യൂട്ടിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മള് ബ്രേക്ക് ഡൗൺ ഓഫ് ദ സിലബസ് ഇഫ് വി സി നമുക്ക് തോന്നും ഇറ്റ്സ് വെരി ഈസി. ബട്ട് ദ തിങ് ഈസ് ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പം യു വിൽ ഗെറ്റ് സോ മച്ച് കൺഫ്യൂസ്ഡ് ഇൻ തെറാപ്യൂട്ടിക്സ്. സോ നമ്മളത് നല്ലപോലെ നോക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ്. സോ ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് വാട്ട് ഇസ് ഡ്രഗ് ഇൻഡ്യൂസേഴ്സ്, വാട്ട് ഇസ് ഡ്രഗ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് സം എക്സാമ്പിൾസ് ഓഫ് ഡ്രഗ് ഇന്ററാക്ഷൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.